അപ്പോൾ നമ്മുടെ തോക്കുമാരുടെ വണ്ടിയൊക്കെ പണി കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പം AC പിടിപ്പിച്ചിട്ട് വേറെ ഇനിയും പരിപാടികളുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നെ ഡീസൽ ലൈനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഇതിന് സ്റ്റെയിനർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഡീസൽ ഇതിനകത്ത് കരട് കയറി ബ്ലോക്ക് ആകുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ അഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ഡീസൽ ടാങ്കിൻ്റെ അടിയിൽ ഒരു നെട്ടുണ്ടല്ലോ, ഇതിനകത്തൊരു ഫിൽറ്ററുണ്ട്, അത് ഫിൽറ്റർ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി അതെല്ലാം സെറ്റാക്കി പിടിപ്പിച്ചു. അപ്പോൾ ടാങ്കിൽ നിന്ന് കരട് ഇങ്ങനെ കയറി വന്ന് പമ്പിൽ വന്നിട്ട് ബ്ലോക്കായി ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ അന്ന് തപ്പി വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടത്. അപ്പം വണ്ടിക്കകത്ത് AC ഒക്കെ കയറ്റി ആ കൂടെ തന്നെ ഓൾട്ടർനേറ്ററും മാറി, ചെറിയ ഓൾട്ടർനേറ്റർ മാറ്റിയിട്ട് വലിയ ഓൾട്ടർനേറ്റർ വെച്ചു. അത് കുറേ ദിവസത്തെ പണിയുണ്ടായിരുന്നു, വേറെ ബ്രാക്കറ്റൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചാലക്കുടിയിലുള്ള ഹെവി കൂളിലാണ് ചെയ്തത്. അപ്പം ഇലക്ട്രിക് AC ഉണ്ട്, മെക്കാനിക്കൽ ACയും വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനിയും നമ്മൾ എബിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. എന്നിട്ട് വേണം, ബമ്പറൊക്കെ അവിടെ ലെവൽ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അത് പെയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ കുറച്ച് ലൈറ്റുകളെല്ലാം പിടിപ്പിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. AC പിടിപ്പിച്ചപ്പോൾ അവർ ഏതൊക്കെയായാലും ടോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കടിച്ച് ഇവിടെ കാറുകളൊക്കെ വരുന്ന പോലെ ACയുടെ ഇത് കൊടുത്തേക്കുന്നത്. അപ്പോഴേ നമ്മൾ ഇതൊക്കെ ഡീസലിൻ്റെ ലൈനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീമുരുക ഡീസൽസ് കോട്ടയത്താണ് വന്നേക്കുന്നത്. ഇവിടെ കളത്തിപ്പടി അല്ല കോടിമത. അപ്പൊ ഇതൊരു രാജേഷ് അതിന്റെ ഓണറാണ്. ചേട്ടൻ ഒരാളൂടെ ഉണ്ട്, ചേട്ടനെ പരിചയപ്പെടാം. പമ്പും ഇഞ്ചക്ടറും ചെയ്യാൻ വേണ്ടി ശ്രീമുരുക ഡീസൽ ബോഷിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ കോട്ടയം. അതെ, നമുക്ക് ഈ വണ്ടി ഓടിച്ചുള്ള പരിചയമേ ഉള്ളൂ. ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനം നല്ല രീതിക്ക് ഒന്ന് വിശദീകരിച്ച് തരാമോ? ഞാനുമായിട്ട് 15 വർഷത്തിന് മേളിൽ, അതെ 20 വർഷത്തോളമായി. ഫോൺ ചെയ്ത് പറയും, ചേട്ടാ ഒരു വണ്ടി വിടുന്നുണ്ട്, അതെ കഴിഞ്ഞു. ഇതുപോലെ നമ്മളിടയ്ക്ക് വന്നാൽ ഇതുപോലെ നമ്മൾ ഓരോ ഭാഗങ്ങൾ പീസാക്കി ഇന്ന സാധനം ഇന്നയാണ് ഇന്ന കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ പീസാക്കി ഓരോന്നോട്ട് കാണിച്ച് നമ്മൾ മനസ്സിലാക്കി തരും. ഈ മിഷനറി എന്ന് പറഞ്ഞാൽ ബോഷിന്റെ ആണ്. ബോഷിന്റെ ജർമ്മൻ ഇമ്പോർട്ടർ മിഷനറിയാണ്. അപ്പൊ ഈ നമുക്ക് നേരത്തെ ഉള്ള മിഷനറികൾ എന്ന് പറഞ്ഞാൽ BS2 BS3 മിഷനറി നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ BS4 ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് നമുക്ക് ഫുള്ളി സെൻസർ ആയത്. അതായത് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് അതിന് മുമ്പ് 2015 മുതൽ നമ്മുടെ കാർ സെക്ടറിലേക്ക് BS4 നോംസിലുള്ള CRD പമ്പും അതിന്റെ ഇഞ്ചക്ടറും ഉണ്ടായിരുന്നു. പക്ഷെ 2017 മുതലാണ്, 17 മുതലാണ് നമ്മുടെ കൊമേഴ്സ്യൽ സെക്ടറിലേക്ക് ഈ BS4 നോംസിലേക്ക് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കിയത്. അപ്പം അന്ന് മുതലുള്ള അതിന് മുമ്പുള്ള മിഷൻ പമ്പുകളായാലും അതിന് ശേഷമുള്ള പമ്പുകളായാലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2018 നമ്മൾ വാങ്ങിച്ചത്. 2018 നമ്മൾ ജൂൺ മാസത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം 2 വർഷം നമുക്ക് പോയി കോവിഡ് വന്നു. അപ്പൊ 22 മുതൽ നമ്മൾ ഫുൾ സിംഗിലായി. അപ്പൊ ഇത് BS6ന്റെ അതായത് ലാസ്റ്റ് മിഷനറിയാണ്. ബോഷിന്റെ 815 എന്ന് പറഞ്ഞാല് ഈ പമ്പും ഇഞ്ചക്ടറും കൂടെ ഒന്നിച്ച് ചെയ്യാവുന്ന ഒരൊറ്റ മിഷനറി ഉള്ളൂ, അത് 815. അപ്പൊ എല്ലാം ചെയ്യാം. ഇതിപ്പോ ഈ ഇരിക്കുന്നത് മാസ്റ്റർ പമ്പാ. ഈ ഇഞ്ചക്ടർ ചെയ്യാൻ വേണ്ടിയുള്ള മാസ്റ്റർ പമ്പാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാസ്റ്റർ പമ്പ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പമ്പ് ഇത് കയറ്റി വെച്ചിട്ട് അപ്പൊ ഇഞ്ചക്ടറിന്റെ ഈ പോർഷൻ ഒഴിവാക്കും. പമ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഇതിന് ഡാറ്റാസ് കംപ്ലീറ്റ് സിസ്റ്റത്തെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ജോബ് കാർഡ് നമ്മൾ കസ്റ്റമർ ഇട്ടാൽ ഇതിൽ ഇഞ്ചക്ടറിന്റെ പാർട്ട് നമ്പർ, അതിന്റെ IMA കോഡ്, അതിന്റെ സീരിയൽ നമ്പർ, അതിന്റെ MFD എല്ലാം വരും. ഇത് നമ്മൾ ഈ പാർട്ട് നമ്പർ എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡാറ്റ നിന്ന് വരും. ഈ ഇഞ്ചക്ട് ചെയ്യാനുള്ള ഡാറ്റ ഓട്ടോമാറ്റിക് വരിക. നമ്മൾ മുമ്പുള്ള വണ്ടികൾ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ഡാറ്റ വെച്ച് നമ്മൾ ജോലി ചെയ്യുന്നില്ല. പിന്നെ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ബുള്ളറ്റ് പ്രൂഫാണ്. ഇത് സീൽ ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ മെഷീൻ ഓൺ ആവുള്ളൂ. 1 2 3 4 5 സെൻസറുണ്ട് ഓരോ ഡോറിനും. ഈ സെൻസറുകളിൽ കറക്റ്റായിട്ട് ഫങ്ഷൻ ആയി മാത്രമേ മെഷീൻ ഓൺ ആവുള്ളൂ, മെഷീൻ ഓൺ ആവില്ല. എന്തെങ്കിലും കാരണം ഇത് ഓട്ടോമാറ്റിക് ആവേണ്ടത് ഇപ്പോൾ 1000 RPM സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 3500 എത്രയാണോ ആ പമ്പിന്റെ അല്ല ഇഞ്ചക്ടറിന്റെ RPM അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കയറി പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി നമ്മുടെ മേത്ത് തുളച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സേഫ്റ്റി നോംസ് ആണ് ഈ ഡോർ എന്നുള്ളത്, അല്ലാതെ വേറൊന്നുമല്ല. ഈ ഡോർ ഇല്ലെങ്കിലും നമുക്ക് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഡസ്റ്റ് വീഴരുത്. ഇത് ഫുൾ AC-യിലായിരിക്കണം ഇതിന്റെ ഫംഗ്ഷൻ. അത് കൂടാതെ ഇത് ചില്ലർ ഇതിനകത്ത് ഓയിലും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ടെമ്പറേച്ചർ എപ്പോഴും ഫിറ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് തണുത്ത് 13 ഡിഗ്രി ടെമ്പറേച്ചറിൽ വെള്ളം
ഇതിനകത്തോടെ കയറി ആ. തിരിച്ചിറങ്ങി ചില്ലറിനകത്ത് പോകും. ഓ ശരി. അപ്പൊ ഇത് ഇഞ്ചക്ടർ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ഇതിന് മുമ്പ് കുറച്ച് പ്രോസസ് ഉണ്ട്. ആ ഇത് ഇഞ്ചക്ടർ നമ്മൾ ആ ആദ്യം ആ സിറ്റി സ്കാനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കംപ്ലൈന്റ് നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് വരും. ഇവിടെ വരും. ആ ശേഷത്തെ പ്രിന്റ് എടുക്കും. ആ ഈ പ്രിന്റ് എടുത്തിട്ട് അതിനകത്ത് എന്താണോ പാർട്സ് ഡാമേജ് ഉള്ളത് ആ അത് നമ്മൾ പീസാക്കും. ആ സ്റ്റേജ് 1 ടൂൾ ഉപയോഗിച്ച്. അത് സ്റ്റേജ് 1 ടൂള്. ആ ഇത് സ്റ്റേജ് 2 സ്റ്റേജ് 3 ആ അങ്ങനെ 3 സ്റ്റേജാണ് ബോഷിന്റെ ടൂൾസ് ആവശ്യമുള്ളത് ഒരു ഇഞ്ചക്ടർ അസംബിൾ ചെയ്യാനായിട്ട്, ആ കാലിബ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ പീസാക്കി അസംബിൾ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് മെഷർമെന്റ് ഇതേ ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതേന്നത് ന്യൂമാറ്റിക്കാ എയറും പിന്നെ ഇത് ഇലക്ട്രിക്കലും. ആ ഇതെന്ന് ഇലക്ട്രിക് ലൈൻ വന്നിട്ട് ഈ സെൻസറെ കൊടുക്കും. അപ്പോൾ ഇത് ന്യൂമാറ്റിക്കാ. ആ അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇഞ്ചക്ടർ എടുത്ത് ഇതിങ്ങനെ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതാ ഇഞ്ചക്ടർ. ഇതാണ് ഇഞ്ചക്ടർ. ഇതുപോലെ 6 സിലിണ്ടറുള്ള വണ്ടിക്ക് 6 ഇഞ്ചക്ടർ, 6 സിലിണ്ടറിന്. 4 സിലിണ്ടറാണ് 4 എണ്ണം. അപ്പോൾ ഇത് നമ്മുടെ ലോറിക്കൊക്കെ 6 സിലിണ്ടർ ആയതുകൊണ്ട് ഇതുപോലെ 6 എണ്ണം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഡീസൽ എഞ്ചിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സാധനം. അതായത് നമ്മളൊരു ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ നമ്മളിപ്പോൾ വാൽ സെറ്റ്, നോസി ടിപ്പ് അങ്ങനെയുള്ള പാർട്സുകൾ മാറേണ്ട ഇഞ്ചക്ടർ ആണെങ്കിൽ ആ അത് മാറി ആ നമ്മൾ അതിൻ്റെ നീഡിൽ ലിഫ്റ്റ് ചെക്ക് ചെയ്യുക. ആ അതായത് ഇത് ആണ് ഇഞ്ചക്ടറിൻ്റെ സെൻസർ. ഇതാണ് ഈ ഇരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കും. 24 വോൾട്ട് സപ്ലൈ കൊടുക്കും. ആ ഇവിടുന്ന് നമ്മൾ 67 ബാർ പ്രഷർ നമ്മൾ എയർ കൊടുക്കും. ഇത് ന്യൂമാറ്റിക്കാണ്. അതായത് ഇവിടുന്ന് ഇലക്ട്രിക്കും ഇവിടുന്ന് എയറും ഇത് രണ്ടും കൂടെ വന്ന ശേഷം നമ്മൾ ഈ ട്രിഗർ ബോക്സ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് വേണ്ട ബോഷിൻ്റെ റീഡിംഗ് അനുസരിച്ചാണ് നമുക്ക് ഇപ്പോൾ ഈ ഇഞ്ചക്ടറിൻ്റെ 0.36 മുതൽ 0.44 വരെ മെഷർമെൻ്റ് ആണെങ്കിൽ ഈ ടോളറൻസിനുള്ളിൽ നമുക്ക് ഇതിൽ കിട്ടണം. ആ ഇല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ അത് കിട്ടിയിട്ടാണ് നമ്മൾ മിഷൻ കയറ്റുള്ളൂ. ഇത് ഇവിടുന്ന് റെഡിയാക്കിയിട്ട് റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കാരണം വെച്ചാൽ കറക്റ്റ് മെഷർമെന്റ് അവിടെ കിട്ടാതെ വരും. വീണ്ടും നമ്മൾ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ബോഷിന്റെ CRR 220 ആണ് ഈ യൂണിറ്റ്. ഇത് ബോഷിന്റെ CRR 120 ആണ്. ഫസ്റ്റ് ഇതെന്നാണ് നമുക്ക് ഇലക്ട്രിക് സപ്ലൈ പോകുന്നതും ഇതെന്നാണ് നമുക്ക് എയർ. ഇതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചക്ടർ കൊണ്ടുപോയി നമ്മൾ മിഷൻ നമ്മുടെ 815 ടെസ്റ്റ് വെച്ച് കാലിബ്രേഷൻ ചെയ്ത് കറക്റ്റ് റീഡിങ്. അതായത് ഒരു വണ്ടിയെ ഇരുന്ന് എന്തെല്ലാം പ്രവർത്തനം, ഒരു വണ്ടിക്ക് സ്റ്റാർട്ടിങ് മുതൽ ഐഡ്ലിംഗ് സ്പീഡ്, അതിന് ശേഷമുള്ള RPM, അതിൻ്റെ പിക്കപ്പ്, ലോഡ് കയറുമ്പോൾ അതായത് കയറ്റം കയറുമ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാ ഡെലിവറിയും കൊടുക്കുന്നത് ഇഞ്ചക്ടറാണ്. അതും മറ്റേതായിട്ടുള്ള ഡിഫറൻറ്റ് പഴയ നമ്മുടെ വണ്ടിയുടെ ഡിഫറൻറ്റ് പറഞ്ഞാൽ പമ്പാണ് അതിൻ്റെ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇതിന് പമ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ലൈസോലാൻഡിൻ്റെ പമ്പ്. ഈ പമ്പിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് റെയിലിന് പ്രഷർ ബിൽഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പമ്പയിൽ ആക്സിലറേഷൻ ഇല്ല, സ്റ്റോപ്പർ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇത് പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രഷർ, റെയിൽ പ്രഷർ. ഇത് ഫുൾ ഫോഴ്സാണ്. ഇത് ഫോഴ്സിന്റെ BS6 പമ്പായിരുന്നു. അതിന്റെ BS6 പമ്പാണിത്. ഇതാണ്. അല്ല അത് അങ്ങനെ പാട്ടായിട്ടാണോ വരുന്നത്? അതിന്റെ ബാക്കിയോ ഇതേ ഉള്ളൂ. അതിൽ ഇത് രണ്ട് വരുന്നുള്ളൂ. 2 പൈപ്പ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതതിന്റെ റെയില്. അതായത് ഈ റെയിലേക്ക് നമ്മുടെ ഈ ഹൈ പ്രഷർ പമ്പിൽ നിന്നും 2 പൈപ്പ് ഈ റെയിലിലേക്ക് വരും. ഇത് 1, 2, 3, 4, 5, 6. ഇത് 4 സിലിണ്ടർ. 2 പമ്പിൽ നിന്ന് നേരെ ഈ റെയിലിലേക്ക് വരും. ഈ റെയിലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് നേരെ ഇവിടുന്ന് നേരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 4 ഇഞ്ചക്ടറിലേക്ക്. ഇതാണ് ഇഞ്ചക്ടർ. ഈ ഇഞ്ചക്ടറിലേക്ക് 1, 2, 3, 4 അങ്ങനെ 4 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ ഈ പമ്പ് എപ്പോഴും റെയിലിനകത്ത് പ്രഷർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ECU എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ECU. ഈ ECU ആണ് കംപ്ലീറ്റ് സിഗ്നലും കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ എഞ്ചിനിലെ ക്രാങ്ക് സെൻസർ, ക്യാം സെൻസർ എല്ലാം കൊടുത്തിരിക്കുന്നത്. ക്രാങ്ക് സെൻസർ വന്നിട്ട് ഇത് ECU ആയിട്ട് സെൻസായി പിസ്റ്റൺ പൊങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യം നേരെ ഇഞ്ചക്ടർ അറിയിക്കുക. അപ്പോൾ ക്യാം ആണ് ആ ടൈമിങ്ങിന് സപ്ലൈ എവിടെ കൊടുക്കും? ECU ഇഞ്ചക്ടറിന് സപ്ലൈ കൊടുക്കും. അപ്പോൾ ആ പിസ്റ്റൺ പൊങ്ങി വരുന്ന ആ ടൈമിൽ ക്യാം സെൻസർ ടൈമിങ് കറക്റ്റ് ആക്കി കൊടുത്തോണ്ട് നേരെ ആ സമയത്ത് ഇഞ്ചക്ടർ സ്പ്രേ ആക്കുക. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പമ്പയിൽ നിന്ന് ഒരു സിലിണ്ടറിൽ നിന്ന് പൊങ്ങി വരുന്ന ഡെലിവറി
അത് അന്നേരം തന്നെ സ്പ്രേ ആവുക ആ പിസ്റ്റന്റെ അവിടത്തേക്ക്. അതിന് 1, 5, 3, 6, 2, 4 ഫയറിംഗ് ഓർഡർ. ഇതിനും സെയിം ഫയറിംഗ് ഓർഡർ ഉണ്ട്. ആ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് ഈ പിസ്റ്റൻ പൊങ്ങി വരുന്നതനുസരിച്ച് ഇഞ്ചക്ടർ സ്പ്രേ ആയി കൊടുത്തോണ്ടിരിക്കും. അതിന്റെ ഫംഗ്ഷൻ മുഴുവൻ ചെയ്യുന്നത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ECU ആണ്. പമ്പ് കണ്ടിന്യൂ ആയിട്ട് ഒരേ പ്രഷറിൽ ഇങ്ങനെ റെയിലിനകത്ത് പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പമ്പിന് ഫയറിംഗ് ഓർഡർ ഇല്ല. ഈ പമ്പ് എങ്ങനെ വേണം അഴിച്ചെടുക്കാം, ആർക്കും അഴിച്ചെടുക്കാം, ആർക്കും ഫിറ്റ് ചെയ്യാം. മറ്റേ ടൈമിംഗ് നോട്ടം ഇതിന്റെ ടൈമിംഗ് ഒക്കെ മാർക്ക് ചെയ്ത് നമ്മൾ ഇതൊക്കെയാണ് ടൈമിംഗ് നോക്കി ചെയ്യുന്നത്. ഇതിന് ആ ഫംഗ്ഷനേ ഇല്ല. ഇതാണ് ഇതിന്റെ ഡിഫറൻറ്റ്. ഇതിന് പറയുന്നത് മറ്റേത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുമ്പോൾ പഴയ വണ്ടിക്ക് ഇതിന് നമ്മൾ പറയുന്നത് ഹൈ പ്രഷർ പമ്പ് എന്നാണ് പറയുന്നത്. അല്ല, അതുപോലെ തന്നെ ഈ ടെക്നോളജി മാറുന്നതനുസരിച്ച് പഴയ വണ്ടി പോലെ അല്ലല്ലോ ഇപ്പൊ എല്ലാം ഭയങ്കര സ്പീഡ്, പെട്ടെന്ന് സ്പീഡാവും. അത് തന്നെയല്ല, പിക്കപ്പ് കൂടുതലല്ല. അതെ, ലോറികൾ പോലും അങ്ങനെയാണല്ലോ. BS4-നെക്കാട്ടിൽ പിക്കപ്പ് ഉണ്ട് BS6 കണ്ണു തുറക്കുന്ന ലോഡൊന്നും അതിനൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ടും പമ്പും ഇഞ്ചക്ടറും ആണല്ലോ അതിന്റെ മെയിൻ ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞാൽ വലി കൂട്ടുക, വലി കുറയ്ക്കുക എല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് ഇഞ്ചക്ടറിലാണ്. പമ്പേ വലി കൂട്ടുക, വലി കുറയ്ക്കുക ഒന്നുമില്ല. ഇത് ഏത് വണ്ടിയുടെ പമ്പാ? ഇത് സ്വരായ മസ്ത BS4 അല്ല BS6 സോറി BS6. അതോ ആയിരിക്കും ഈ ഇരിക്കുന്നത് അശോക ലൈലാൻഡിന്റെ CB28. ഏത് വണ്ടിയിൽ വരും? അത് അശോക ലൈലാൻഡ് ട്രക്കയിലൊക്കെ വരും. ട്രക്കയിലും ഇപ്പോഴത്തെ ബസ്സിലും വരും. ഇതോ ആയിരിക്കുന്നു. ഇതൊക്കെ അശോക ലൈലാൻഡ് നമ്മുടെ BS4-ന്റെ. ഇതോ ഈ ഇരിക്കുന്നത് ഐഷർ. ഇത് ഐഷർ BS4. ഇതിന്റെ ഇത് ഇങ്ങനെ വരുന്നത് ഇതിന് ഗിയറാ. ഇത് ഗിയറിന്റെ ടൈമിങ്ങിന് വേണ്ടല്ല, ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിയർ വെച്ചിരിക്കുന്നത്. അല്ല, ടൈമിങ്ങിന് വേണ്ടല്ല ഗിയർ വെച്ചിരിക്കുന്നത്. പമ്പ് കറങ്ങണം, അതിന് വേണ്ടി ഒരു ഗിയർ എന്നുള്ളത്. ശരി. ഇത് പവർ സ്റ്റിയറിംഗിനൊക്കെ വരുന്ന അത് തന്നെ. ഇത് വന്നിട്ട് മാൻ ട്രക്ക്. ഇത് പുതിയ പമ്പാ ആണോ? അത് പുതിയ പമ്പെന്ന് പറഞ്ഞാൽ ഇത് വാറണ്ടി പീരീഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇത് പീസാക്കിയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ കിടക്കുന്ന ഭാരത് ബെൻസ് ഇല്ലേ, ഭാരത് ബെൻസിന്റെ പമ്പായിരുന്നു. ഇത് അതിന്റെ ഗിയർ പമ്പ്. ഇതാണ് ടാങ്കിൽ നിന്ന് ഡീസല് വലിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ ഫംഗ്ഷൻ ചെയ്യുക ഷാഫ്റ്റ് ഇറങ്ങുമ്പോൾ. ഇതെല്ലാം അതിനകത്തുള്ള സാധനം. ഇതിന്റെ പ്ലഞ്ചർ, ഇതിന്റെ പ്ലഞ്ചറൊക്കെ പോയതാ. ഇതാണ് CP3. ഇതുണ്ടോ, ഇതിന്റെ പ്ലഞ്ചർ ഡാമേജ് ആയി, ഇതുണ്ടോ പൊട്ടിയിരിക്കുന്നതാണ്. ഇത് CP3, ഇത് CP4, ഇത് ഭാരത് ബെൻസ്. ഇതാണ് ഏറ്റവും പുതിയ മോഡൽ. അതിനാണ് ഈ മെഷീനറിയൊക്കെ വേണ്ടത്. അപ്പൊ ഇത് ഞങ്ങളെപ്പോലെ തന്നെ ചേട്ടനും അനിയനാണ്. ഇത് രാജേഷിന്റെ ചേട്ടനാണ്. പേര് ധനേഷ്. പേരൊക്കെ നൂജന കേട്ടോ, മുടിയൊക്കെ അരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ ചേട്ടന് ഇവർ രണ്ടുപേരോടാണ് നടത്തുന്നത്, ഞങ്ങളെ പോലെ തന്നെയാണ്. അപ്പം ഇനിയും ബാക്കി ചേട്ടൻ പറയാം. ഇതേത് വണ്ടിയിലെ? ഇത് ഓൾവോ ഏറ്റവും പുതിയ മോഡലിന്റെ ബസ്സോ? ഓൾവോയുടെ ബസിന്റെയും ട്രക്കിന്റെയും എല്ലാത്തിന്റെയും ഒരുപോലെ ഇരിക്കും. ഇതുപോലെ തന്നെയാണ് മാനിന്റെ പമ്പ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ജപ്പാൻ കൊമാറ്റ്സുന്റെ ഇത് വലിയ ഹിറ്റാച്ചികള്, എസ്കലേറ്ററുകള് എല്ലാം അതുമെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ടല്ലോ. എസ്കലേറ്റർ ഹിറ്റാച്ചി ഈ ചൈനയിൽ ഓടുന്ന കണ്ടിട്ടില്ല, വലിയ 300, 400, 220. അത് ഇതൊക്കെ പോലെ തന്നെ ഇരിക്കും. വെളിയിലായിരുന്നു നേരത്തെ? അല്ല, ഞാൻ വെളിയിലായിരുന്നു, സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ സാധനങ്ങൾ ഇതൊക്കെ അതിന്റെയാണോ? ഇത് പമ്പിന്റെ ഗിയർ. അത് മാരുതി കാർ. പിന്നെ ഇതാണ് നമ്മുടെ മാരുതി സ്വിഫ്റ്റിന്റെ പമ്പാണ്. ഇതുണ്ടോ ചെറിയ പമ്പ്? ഇത് അശോകന്റെ ഹിറ്റാച്ചി. ഇത് ഹിറ്റാച്ചി വോൾവോ. ഇത് ഓൾവോയുടെ ആദ്യം ഇറങ്ങിയ മോഡല്. ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇത് കണ്ട, ഇത് ഓൾവോയാണ്, ഇത് ഓൾവോയാണ്. ഇത് പുതിയത്, ഇത് നയാ മോഡല്, പുതിയ മോഡല്. ഇത് ന്യൂ ജനറേഷൻ. നേരത്തെ ഓടിയ ഹിറ്റാച്ചിയുടെയാണ്. ഇത് ഓൾവോ ഹിറ്റാച്ചി. ഇത് ഓൾവോ ട്രക്ക്. ഓൾവോ ട്രക്കിന് 6 വരും. അല്ല, ഇപ്പൊ ട്രക്ക് 6 വരും. ഈ ട്രക്ക് ഇവിടെ പണിയാൻ ഇവിടെയുള്ള വണ്ടിയുടെയാണോ? ഔട്ട് ഓഫ് കേരള കൊറിയർ വന്ന. ഇത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നമുക്ക് വരുന്നുണ്ടല്ലോ. ഇതും കൊറിയർ, ഇതും കേരളത്തിൽ പുറത്തുനിന്ന്. ശരി, ഇതും കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്ന. നമുക്ക് ഈ മിഷൻ നമുക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് കേരളത്തിൽ വെളിയിൽ വരുന്നതിന്റെ കാര്യം. ഇത് കേരളത്തിൽ നമ്മൾ മാത്രമേ ഈ ഇത്രയും വലിയ ജർമ്മൻ ടെക്നോളജിയുടെയാണ് ഈ മിഷനറി. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മിഷനിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ബോഷ് പോയി ട്രെയിനിങ് ചെയ്ത്
കുറച്ച് കാലം പഠിക്കണം ഇതിനെക്കുറിച്ച്. പെട്ടെന്നൊന്നും നമുക്ക് അതിന്റെ ഒരു ഇത് വരില്ല. അതുപോലെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ബോഷുകാര് നമ്മളെ കൂടുതൽ ഇത് ചെയ്യും. അതിൽ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് നമ്മളാണ്. ഇത് ഡെൽഫി, നമ്മൾ ഇത്ര നേരം സംസാരിച്ച് ബോഷിന്റെ പമ്പിനെ കുറിച്ച് സംസാരിച്ചത്. നമ്മൾ ഡെൽഫിയുടെ സർവീസ് ചെയ്യുന്നുണ്ട്. ഇത് ഡെൽഫിയുടെ JCB BS4 മോഡൽ CR, അതായത് BS4 മോഡൽ ഫുൾ സെൻസർ എഞ്ചിന്റെ പമ്പാണ്. എല്ലാ പമ്പും ചെയ്യുന്നില്ല, നമ്മളെല്ലാ പമ്പും ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം സംസാരിച്ച വീട് നമ്മൾ ബോഷിനെ കുറിച്ചാണ്, നമ്മൾ ഡീലർ ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ ബോഷ് മാത്രമല്ല, നമ്മൾ ഡെൽഫിയുടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഡെൻസോയുടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഓൺ ചെയ്യുന്ന ഫംഗ്ഷൻ ഇല്ല, സിസ്റ്റമാണ് ഈ മെഷീൻ ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇപ്പം അതിന്റെ റൊട്ടേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഈ മെഷീനെ നമുക്ക് ഇടയ്ക്ക് വെച്ച് വർക്ക് നമുക്ക് നിർത്തിയിട്ട് ഒരു പണിക്ക് പോകാൻ പറ്റൂല. നമ്മൾ ഓഫ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പിൽ തുടങ്ങണം. ഇത് മൊത്തം ഒരു ഇഞ്ചക്ടർ ചെയ്യുന്നതിന് നമുക്ക് 16 സ്റ്റെപ്പാണ്. ഈ 16 സ്റ്റെപ്പാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. 16 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ പെർഫോമൻസിനും വേണ്ട ഡെലിവറി കൊടുക്കുന്ന ഭാഗങ്ങളാണ് ഈ 16 സ്റ്റെപ്പും. ഈ 16 സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മെഷീൻ ഓഫ് ആവുള്ളൂ. കംപ്ലീറ്റ് പണി കഴിയുമ്പോൾ തനിയെ മെഷീൻ ഓഫ് ആവും. അപ്പോൾ നമ്മൾ കസ്റ്റമറെ ഇതിനകത്ത് ഫീഡ് ചെയ്യും. ഇതേ കൊടുത്തിരിക്കുന്ന കസ്റ്റമറെ ഫീഡ് ചെയ്യും. കസ്റ്റമറെ ഫോൺ നമ്പർ, കസ്റ്റമർ അഡ്രസ്സ്, ഡീറ്റെയിൽ എല്ലാം ഫീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പ്രിന്റിങ് സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട്. ഇതുണ്ടോ, ഇത് ഓരോ ഇഞ്ചക്ടറിൻ്റെയും റിപ്പോർട്ടാണ്. നമ്മൾ ഓരോ വർക്ക് ചെയ്ത റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എത്ര ഇഞ്ചക്ടർ ഫുള്ളായിട്ട് വർക്കാകുന്നുണ്ട്, എന്തൊക്കെ പാർട്സ് മാറണം, നമ്മൾ ഒരു ഡിഫറൻഷ്യലിലേക്ക് നമ്മളൊരു അത് ഇത് ചെയ്യുന്നത്. അതാ ഫൈനലായിട്ട് ഇന്ന സാധനം മാറണം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. കുറച്ച് ഓടിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. കോടിമതയിൽ ഈ വണ്ടികളെല്ലാം ലോഡെല്ലാം ഇറക്കിയിട്ട് വന്ന് കിടക്കുന്ന ഒരു കോട്ടയത്തെ മെയിൻ ഒരു സ്ഥലമാണ് ഈ കോടിമത. ലോറികൾ ലോഡ് ഇറക്കിയിട്ട് വന്ന് കിടക്കുക, അടുത്ത ലോഡ് കയറ്റാനും ഒക്കെ പോകുന്നതും പിന്നെ വർക്ക്ഷോപ്പുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കോടിമത. കുറേ വണ്ടികളുണ്ട്, എല്ലാ വർക്ക്ഷോപ്പുകളും ഉണ്ട്. ടയർ കടയും ഇലക്ട്രീഷ്യനും മെക്കാനിക്കും അങ്ങനെ എല്ലാ വർക്ക്ഷോപ്പുകളെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല വ്യത്യാസമല്ലേ? മറ്റേ ഇച്ചിരി റേസിങ് കുറവും ഒരു ആകുന്നില്ലായിരുന്നു. എന്നുവെച്ചാൽ പൈപ്പ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി അല്ല, ഞങ്ങൾ എന്നായെന്നറിയാമോ, അതിനകത്തെല്ലാം മറ്റേ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതുള്ള പരിപാടിയാണ് ചെയ്തേക്കുന്നത്. മൊത്തം പൈപ്പെല്ലാം അഴിച്ചേ മൊത്തം ക്ലീൻ ചെയ്ത് അതിനകത്തൊരു ഇനിയും ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു നെറ്റൊക്കെ ഇട്ടു. സ്റ്റെൻഡ് അല്ല, സ്റ്റെൻഡ് എന്ന് പറയാൻ പറ്റില്ല, അത് വേറെ ഫിൽറ്ററല്ലേ. കുഴപ്പമില്ല, വലിയായി, സൗണ്ടും നല്ല ഇതായി. അതെന്നറിയോ, എഞ്ചിന് ഡീസൽ കിട്ടുന്നില്ലായിരുന്നു. അതെ, ഡീസല് കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു, അതിന്റെ ഒരു പ്രശ്നമായിരുന്നു. അത് ഇടയ്ക്ക് നിന്നൊക്കെ പോവായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഇവിടെ കിടക്കുന്ന ടയർ നൈലോൺ ടയറാണ്. അപ്പം റേഡിയൽ ടയർ ഒരു 4 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ പോകാൻ പറ്റിയില്ല. നമ്മൾ പിക്കപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്, അങ്ങോട്ട് ഇതും കൊണ്ട് പോയി എടുക്കണമെന്നാണ് ഓർത്തേ. അത് നടന്നില്ല, സമയം പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് പിക്കപ്പ് വിട്ടിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവരത് എടുത്തുകൊണ്ട് അങ്ങ് വരും. ഇവിടെ ഒന്നും മാറിയില്ല. ഇവിടെ മെയിനായിട്ട് ഫിൽറ്റർ 2 ആഴ്ച ക്ലീൻ ചെയ്തു, മാറിയിട്ടു. ഫിൽറ്റർ മാറി, പിന്നെ ആ മെയിൻ ലൈനൊക്കെ നോക്കി. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടാങ്കിൻ്റെ അടിയിലത്തെ ഒരു നട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു ഫിൽറ്റർ വരുന്നത്. ഇതിനാ ഫിൽറ്റർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ ചെളിയെല്ലാം കൂടെ വന്ന് അവിടെ ഇങ്ങനെ അടിഞ്ഞു കിടക്കും. എന്നിട്ട് അത് ഈ മെയിൻ പൈപ്പിൽ കൂടെ ഇങ്ങനെ കയറി വരും. അങ്ങനെ വന്ന് ബ്ലോക്ക് ആവും. അതായിരുന്നു പ്രശ്നം. അത് നമ്മൾ അവിടെ ഒരു നെറ്റുള്ള ആ നട്ടാലൊരു നെറ്റുള്ള ടൈപ്പ് നട്ടുണ്ട്, അത് മേടിച്ചിട്ടു. അതാ അന്നേരം കരട് കയറുമ്പം ഡീസൽ കറക്റ്റായിട്ട് കിട്ടുകയില്ല. അങ്ങനെയാണ് ഏറിയ വണ്ടി ഓഫായി പോകും. പിന്നെ നമ്മൾ അഴിച്ചെടുക്കുകയൊക്കെ ചെയ്യണം. പിന്നെ അതിനകത്ത് ഇവിടെ ഈ ലിഫ്റ്റ് പമ്പിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഫിൽറ്റർ ഉണ്ട്, അതിനകത്തൊക്കെ ചെളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം 1 ആഴ്ച ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഓടിച്ച് നോക്കി, വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോയേക്കാം. പക്ഷേ ഞാൻ മെയിൻ പൈപ്പ് കൂടെ മാറി കളയണമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു മറ്റേ ഇത് പിടിപ്പിച്ചില്ലല്ലോ, സ്റ്റെയിനർ പിടിപ്പിച്ചില്ല. മെയിൻ പൈപ്പ് കൂടെ മാറേണ്ടി വരും. ഇനിയിപ്പോൾ താമസിച്ച് വേണ്ടി ഇനിയിപ്പോൾ നാളെ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ഓടിയിട്ട് നോക്കാം. സ്റ്റെയിനർ കൂടെ വേണം. അപ്പോൾ സ്റ്റെയിനർ ഉണ്ടെങ്കിൽ അവിടെ കരട് വന്നാൽ അതിനകത്ത് നിന്നോളൂ. ഇടയ്ക്ക് ആവത് കഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ അതെ, നമുക്കുള്ള ടയറും എടുത്തുകൊണ്ട് വണ്ടി വന്നു.
4 പുത്തൻ ടയർ. അപ്പോഴേ ഇന്ന് നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവാം. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പൈപ്പ് കൂടെ മാറണം. മെയിൻ പൈപ്പ് ഇനിയിപ്പം ഇന്ന് നടക്കില്ല, നാളെ നടക്കുള്ളൂ. അപ്പം ടയർ എടുത്തുകൊണ്ട് വരികയും ചെയ്തു. അപ്പോൾ ടയർ നമുക്ക് ഇവിടെ തന്നെ ഇറക്കി വയ്ക്കാം. എന്നിട്ട് നാളെ രാവിലെ വന്ന് ഇവിടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ടയർ ഇട ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇട്ട് നിറയ്ക്കുകയും ചെയ്യാം. ഒരു പ്രശ്നമുണ്ട്, നൈട്രജൻ അടിക്കാൻ പറ്റില്ല. അത് പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്നുകൂടെ എയർ അഴിച്ചു വിട്ടിട്ട് നൈട്രജൻ അടിച്ചാൽ മതി. അപ്പോൾ നാളെ ടയർ അഴിക്കാൻ നമുക്ക് കിളി രാവിലെ വരുമോ? രാവിലെ വരാം, സമയം പറഞ്ഞാൽ മതി. അപ്പോൾ രാവിലെ 9 മണിക്ക് അവിടെ കട തുറക്കുമെന്ന് പറഞ്ഞു. പിന്നെ 9 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. അല്ല ചേട്ടാ, ഈ ടയർ ഇറക്കാനായിട്ടേ ക്രെയിൻ വല്ലതും കൊണ്ടുവരേണ്ട ആവശ്യം? ക്രെയിൻ അതല്ലേ അവിടെ ഇറക്കാൻ തുടങ്ങി കഴിഞ്ഞത്. 3-4 ഒരെണ്ണം 100 കിലോ ഉണ്ട്. കണ്ടോ ടയറിൻ്റെ വലിപ്പം കണ്ടോ? ഇതിൽ തന്നെ പഠിക്കണല്ലേ? ഇതേ തന്നെ പണി പഠിക്കാൻ പറ്റിയ ടയറാ. അപ്പം പിന്നെ രാവിലെ വരാം. പോയിട്ട് രാവിലെ വരാന്നാ. ഇന്നത്തെ ദിവസം പോയി. അതെ, വണ്ടി എടു. ഇപ്പം രാവിലെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ടയർ മാറാം. ടയർ മാറാൻ വേണ്ടി ഇങ്ങോട്ട് ടയറുകളുടെ മുന്നിലേക്ക് വണ്ടി മാറ്റിയിടുക. അവിടെ ഇട്ട് പൈപ്പൊക്കെ അഴിക്കുക. അപ്പോൾ ടയറിൻ്റെ പണിയും നടക്കും. പൈപ്പ് മാറി പിടിപ്പിക്കുമ്പോഴത്തേനും ടയറിൻ്റെ പരിപാടിയും കഴിയും. നോസിലൂടെ ഒന്ന് അഴിക്കാമെന്ന് പറഞ്ഞാൽ നോസിലൂടെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തേക്കാം. എഞ്ചിൻ പണിതപ്പോൾ നോസിലൊന്നും ചെക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നോസിലൂടെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇട്ട് നോസിലും മെയിൻ പൈപ്പും ഒക്കെ അഴിക്കാം. അപ്പോൾ രാവിലെ ക്യാബിൻ പൊക്കിയേക്കാം. അവിടെ അതിൻ്റെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് വലിച്ചു പിടിച്ചോണ്ട് വേണം പൊക്കാൻ. പതുക്കെ പൊക്കി വിടാവളെ. എടാ കിളി എന്തിയാ? കിളി വരുന്നുണ്ട്. ആദ്യം വന്ന് നമ്മൾ വരുമ്പോഴത്തേനും വന്ന് ടയറൊക്കെ അഴിക്കണമെന്ന് ഞാൻ പറഞ്ഞ വരണ്ടായിരുന്നു. കിളി കിടന്ന് ഉറങ്ങിപ്പോയെന്നാ പറഞ്ഞേ. അത് ശരി. ഇങ്ങനെയാണോ പണി പഠിക്കുന്നത്? പണി പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്ന് വണ്ടിയുടെ അടുത്ത് ഇരിക്കണ്ടേ? കിളിക്ക് വേറെ പണിയുള്ളതുകൊണ്ട് ഉത്തരവാദിത്തമില്ല. വരുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നോസിലഴിക്കുന്നത്. 6 നോസിലാണ് നമ്മുടെ എഞ്ചിനുള്ള. 6 സിലിണ്ടർ ആയതുകൊണ്ട് 6 നോസിൽ. ക്യാബിൻ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ജാക്കിയുണ്ട്. അത് വെച്ചിട്ടുണ്ടോ? അത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇവിടെ കയറി ഇരിക്കുന്നത്. ഇതല്ലേ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇതിനടി കയറി ഇരിക്കുന്ന പേടിക്കണം. ഇതിങ്ങനെ ഇരിക്കുന്നതാ. അതെ, നേരെ അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ ഓക്കെ. അപ്പോൾ അതെ, ജാക്കിയൊക്കെ വെച്ച് ടയർ അഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതെ, ആദ്യമായിട്ട് ഒരു ടയർ അഴിച്ചു. ബാക്കിലെ നട്ടെല്ലാം അഴിച്ചു വെച്ചു. ഇനിയിപ്പോൾ ഇളക്കി എടുക്കണം. ഒറ്റക്കൊണ്ട് നടക്കാൻ നല്ല എളുപ്പമുണ്ടല്ലേ? അതെ. പക്ഷേ ആ ബാലൻസിലല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്ന് ഉരുട്ടി പ്രാക്ടീസ് ആകുന്നത് നല്ലതാ. അതിനകത്തിന് ഇടയ്ക്കിടയ്ക്ക് ടയർ അഴിച്ചിറക്കണതിലൊക്കെ അഴിക്കണ്ടേ? ഡിസ്ക് അതെല്ലാം ഇച്ചിരി ടൈറ്റായിരുന്നു. ഇളക്കി ഡിസ്ക് കൂടെ വരുമ്പോഴേ നല്ല വെയിറ്റാ. ശരിക്കും ആ ഡിസ്ക് അഴിക്കുമ്പോൾ ഡിസ്ക് എല്ലാം നല്ലപോലെ പെയിന്റ് ചെയ്യായിരുന്നു, സമയം ഉണ്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ അത് പിന്നെ എപ്പോഴേലും അഴിച്ച് ചെയ്യാം. അതായത് സാധാരണ വണ്ടിക്ക് ഈ ഒരു പോർഷൻ ഇല്ല. ഇത് ഇവിടെ ആയിരിക്കും. ഈ ഒരു സാധനം ഇത് എക്സ്ട്രായാണ്. ഇത് എന്നാന്നറിയോ? മനസ്സിലായോ? ഇല്ല. ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിലല്ല ഇത് കൂടുതൽ. എല്ലായിടത്തും എല്ലാ ക്ലൈമറ്റിലും കിടക്കുന്ന വണ്ടിയാണല്ലോ ഇത്. അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാകും. ഇവിടെ ഒരു ഹീറ്റിംഗ് കോയിലായത്. അപ്പം സ്വിച്ച് ഓൺ ആകുമ്പോൾ തന്നെ കോയിൽ ചൂടായി വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള സാധാരണ വരുന്ന വണ്ടികൾക്കൊന്നും ഇതില്ല. അപ്പം നോസിലൊക്കെ അഴിച്ചോണ്ട് ചേട്ടൻ പോയി. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. അതിന് ടയർ അഴിക്കുന്നത് നോക്കിയിട്ടേ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പൈപ്പ് കൂടെ അഴിക്കണം. ആ ക്യാബിൻ പൊക്കുന്ന ജാക്കി പോയായിരുന്നു. നമ്മൾ ഫാർമൻസിൻ്റെ ഒരു ജാക്കി അങ്ങോട്ട് വെച്ചു. അതും ഇത് സെയിം ആയിരുന്നു കേട്ടോ, ഇതായിരുന്നത്. അതെ, ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇതൊരു സ്വിച്ച് ഇടുമ്പോൾ പൊങ്ങുന്ന രീതിക്ക് ആകണം. പണി കുറവുണ്ടല്ലോ, സൗകര്യം കൂടി പോകും. അല്ലേ തന്നെ ആനപ്പുറത്ത് കയറിയിരിക്കുന്ന പോലെ ഇതുകൂടെ ഇട്ട് കഴിയുമ്പോൾ കൊമ്പൻ്റെ പുറത്ത് കയറുന്ന പോലെ ആവും. അതെ, ഇനി ഏണി വെക്കേണ്ടി വരും വണ്ടിയെ കയറാൻ. ശകലോടെ പൊക്കം കൂടുതലുണ്ട്, വീതിയുണ്ട് ഈ ടയറിന്. മറ്റേ നൈലോൺ ടയറാണല്ലോ, ഇത് റേഡിയൽ ആയതുകൊണ്ട് ഇച്ചിരൂടെ വലിപ്പമുണ്ട്. അതന്നെയല്ലേ, ശല യാത്രാസുഖം ഉണ്ടാവും. യാത്രാസുഖം ശലം ഉണ്ടാവും. ഇട്ട് നോക്കാം ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസ്കന്നൊക്കെ ഊരിയെടുക്കണ ഇച്ചിരി പണിയാ. ഏതാ ഡിസ്കന്നൊക്കെ ഊരിയെടുക്കണല്ലേ ഇച്ചിരി പണിയാന്ന്, വലിയ ടയറായോണ്ടേ.
കൊച്ചുമോൻ. എവിടെ വീട് എവിടെ? പൂന്തുരുത്ത്. പോകുന്നത് അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെ. അപ്പോൾ ചേട്ടനാ ടയറുകളെ ചേട്ടൻ്റെ. ബിജു. ചേട്ടൻ്റെ വീട് എവിടെ? മുണ്ടക്കയം. മുണ്ടക്കയംകാരാണോ? മുണ്ടക്കയത്തോടാ? മുണ്ടക്കയത്തോടാ? കരിന്നല്ലോ. ഈ മെയിൻ പൈപ്പ്, നമ്മളെ ഡീസൽ പൈപ്പിൻ്റെ മെയിൻ പൈപ്പ് മാറുന്നത് എന്താണെന്ന് വെച്ചാലേ, ഇതിൽ ഓൾറെഡി 2 ടാങ്ക് ഉണ്ട്. റൈറ്റ് സൈഡിലൊരു ടാങ്ക് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലൊരു ടാങ്ക് ഉണ്ട്. അതായത് 2 ഡീസൽ ടാങ്ക്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ രണ്ടും ഫുള്ളാക്കിയിട്ട് ഇപ്പോൾ ആ ടാങ്കിലെ ഡീസൽ കുറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ടോ, ഇതൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാങ്കിലെ ഡീസലിൽ നിന്ന് വണ്ടി ഓടും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, ഒരു ടാങ്കിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടാങ്ക് ഒഴിവാക്കുക. അതുകൊണ്ട് ഇതെല്ലാം വയറുകൾ കണ്ടമാനമുണ്ട്, പൈപ്പുകൾ ഒത്തിരി ഉണ്ട്. ഇവിടെ ഇതെല്ലാം ഇങ്ങനെ ജോയിൻ്റ് എല്ലാം വരും. അതിങ്ങനെ ആവശ്യമില്ലാതെ അത് കിടക്കുന്ന അഴുക്കുക. അതുകൊണ്ട് നേരെ മെയിൻ പൈപ്പ് ടാങ്കിൽ നിന്ന് ഒരൊറ്റ പൈപ്പ് അങ്ങോട്ടാക്കുക. അപ്പോൾ പിന്നെ ഇതെല്ലാം അഴിച്ച് മാറ്റുക. അതാകുമ്പം പിന്നെ അതിനിടയ്ക്ക് ഒരു സ്റ്റെയിനറും വയ്ക്കുക. ഇതേ സ്റ്റെയിനറും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഴിക്കുന്നത്. അപ്പോൾ അത് ഡിസ്കന്ന് പഴയ ടയർ അഴിച്ചു, പുതിയ ടയർ ഇടുക. പൗഡറൊക്കെ ഇട്ട് അതെ അതെ അല്ലേ, സുന്ദരനാക്കി. ട്യൂബ് ഇടുന്നതിന് മുമ്പ് പൗഡർ ഇട്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ടയറുമായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൗഡർ ഇടുമ്പം ഇതായിട്ട് കിടക്കുക, അല്ലെ ടയറും ട്യൂബും കൂടെ ചൂടാകുമ്പോഴത്തേനും ഒട്ടിപ്പിടിക്കും. അതിനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൗഡർ ഇടുന്നത്. അപ്പോൾ അതെ പൈപ്പ് എല്ലാം അഴിച്ചു. ഇവിടെ വേറെ പൈപ്പ് മേടിച്ച് ആ 2 അതിൻ്റെ യൂണിയനോ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വരണം. കേട്ടോ, ടയർ വലുതാണേലും എയർ കുറച്ച് മതി. JCBക്കൊക്കെ 40 അടിക്കുന്നത്, നമ്മളിതിന് 60 അടിച്ചിരുന്നത്. അപ്പം വലിയ ലോഡൊന്നും കയറുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 40 60 ഒക്കെ അടിച്ചാൽ മതി. അതേസമയം നമ്മുടെ ലോറിയിലൊക്കെ റേഡിയൽ ടയറാണ് 140 അടിക്കുന്നത്, ടിപ്പറിലൊക്കെ 160 അടിക്കുന്നത്. അപ്പോൾ നമ്മളിനി നമ്മുടെ ഓഫീസിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ ഇത് നൈട്രൈൻ ആക്കണം. ഇതിപ്പോൾ സാധാ എയറാണ് അടിക്കുന്നത്. അപ്പം ഒരു ടയർ നിറച്ച് ഇത് കയറ്റിയിട്ടു. ഇപ്പോൾ അപ്പുറത്തെ സൈഡ് അടിച്ചുകൊണ്ടിരിക്കുക. മറ്റേ ടയർ തേഞ്ഞതായിരുന്നല്ലോ, ഇത് പുത്തൻ ടയർ ആയതുകൊണ്ട് അതിനെക്കാട്ടി നല്ല വലിപ്പം തോന്നുന്നുണ്ട്. വണ്ടിക്ക് ഇച്ചിരി പൊക്കമായി. അപ്പം ഡീസൽ പൈപ്പ് പ്രസ് ചെയ്തുകൊണ്ട് വന്നായിരുന്നു, അതാ ചേട്ടൻ പിടിപ്പിക്കുക. പഴയ പൈപ്പെല്ലാം അഴിച്ച് മാറ്റി അവിടുന്ന്. നമ്മുടെ ടയറുകൾ നിറയ്ക്കുന്ന ചേട്ടൻ്റെ കംപ്രസറൊക്കെ ഈ ഒമിനിയൽ സെറ്റ് ചെയ്തേക്കുക. ഇതിങ്ങനെ ഇവിടെ കറണ്ട് കണക്ഷൻ ഒന്നും കിട്ടുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേ ഒമിനി ഇങ്ങനെ സൈഡിലിട്ടിട്ട് അതിൽ സെറ്റ് ചെയ്തേക്കുക കംപ്രസർ. അപ്പോൾ നമ്മുടെ മെയിൻ പൈപ്പ് പിടിപ്പിച്ചു. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇതിനിടയ്ക്ക് ഒരു സ്റ്റെയിനറും കൊടുത്തു. ഇതാണ് സ്റ്റെയിനർ എന്ന് പറയുന്ന സാധനം. ഇതിപ്പോൾ ഇത് ഡീസൽ ഇതിലേ വന്നിട്ട് ഇതിനകത്തോട്ട് അരിച്ച് ഇതിനകത്തൊരു ഫിൽറ്ററാണ്, അരിച്ചിട്ടേ പമ്പിലേക്ക് പോകുള്ളൂ. അപ്പം ഇത് കുറേ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഇത് പിന്നെ അഴിച്ച് മാറിയാൽ മതി, വേറെ ഒരെണ്ണം മേടിച്ചിട്ടാൽ മതി. അതേപോലെ തന്നെ ടാങ്കിലും ഒരു ഫിൽറ്റർ കൊടുത്തു. അപ്പം ഇത് രണ്ടും ഇല്ലായിരുന്നു നേരത്തെ. അപ്പം ടാങ്കിൽ നിന്നൊന്ന് അരിച്ചേ ഡീസൽ കയറി വരുള്ളൂ. അത് തന്നെയല്ല, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഈ ഫിൽറ്ററിൽ കൂടെ അരിച്ചിട്ടേ പമ്പിലേക്ക് ചെല്ലുള്ളൂ. അതുകൊണ്ട് തന്നെ ഡീസൽ എപ്പോഴും കറണ്ട് കയറുന്നോ അല്ല ഫിൽറ്ററൊക്കെ ബ്ലോക്ക് ആകുന്ന പരിപാടി കുറയും. അപ്പം 1 2 പിന്നെ അവിടെ അതിനിടയ്ക്ക് ചെറിയൊരു ഫിൽറ്റർ 3 4 സ്ഥലത്ത് ഫിൽറ്റർ ചെയ്താണ് ഡീസൽ പമ്പയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടയറും കൂടെ നിറച്ചു. അപ്പോൾ അതുകൂടെ കയറ്റിയിടും. അങ്ങനെ കൊണ്ടുവച്ചാൽ ലിവറൽ പിടിച്ച ഒറ്റയടിയിലാണ്, അതാണ് ബാലൻസ്. ഇപ്പം ബാഗിലെ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫ്രണ്ട് അടിക്കാൻ തുടങ്ങാം. പറ്റിയ പാർട്ടി ഇതന്നെ. ഇപ്പോഴാണോ നേരം വെളുത്തത്? ആ രാവിലെ വരാതെന്ന് പറഞ്ഞ് പോയിട്ടോ. ശിഷ്യൻ എന്ത് ജോലിയില്ല. ഫസ്റ്റ് ശിഷ്യനാ? ജോലി. ആ ജോലിയിൽ പണി പഠിക്കണ രാവിലെ എവിടെ വരണം? ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണോ വരുന്നത്? എയർലൈൻ ഇട്ട് തീരാറായി. ഇതെവിടുന്ന് ഞാൻ മേടിച്ച പോലെ തന്നെ പോയി ഷൂ മേടിച്ചോ? ഇതേ എന്താ അറിയോ, ഇൻസ്റ്റാൾമെന്റുകാരോട് ഡ്രസ്സ് മേടിച്ച പോലെയായി. ആ മറ്റേ ഇവിടെ പോയപ്പം മംഗലാപുരം പോയപ്പം ഒരിക്കലും ഷൂ കൊണ്ടെത്തും. പുള്ളി അതുപോലെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, നിനക്കും അതുപോലെ ഒരെണ്ണം. ഇത് നേരത്തെ പറയണ്ടായിരുന്നു, ഞാനിവിടെ അതുപോലത്തെ ഇട്ടുകൊണ്ട് വരായിരുന്നല്ലോ. ഇതിപ്പോ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഓർക്കും ഇത് എന്നാ സംഭവം. ഇതാണ് രൂപയ്ക്ക് 3 എണ്ണം കിട്ടിയ സാധനം. അതാണ്ടാ ഇനിയും വേറെ ഉണ്ട്. അപ്പം നോസിലത് എല്ലാം 6 നോസിലും മാറി. പഠിപ്പിച്ചോ? ഭായ് ജാർഖണ്ഡുകാരനാ, മലയാളം നല്ലപോലെ പറയുന്നുണ്ട്. പഴയ നോസിലിന് പ്രഷർ കുറവൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് 6 നോസിലും അങ്ങ് മാറി. ചൂട് പരിപ്പോടെയും പഴവും നാരങ്ങാവെള്ളവും. അപ്പോൾ നമ്മുടെ 4ാമത്തെ ടയറും നിറച്ചതേ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. നോസിലെല്ലാം
വെച്ച് മുറുക്കിയൊക്കെ ഇനി ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൂടെ നോക്കിയാൽ മതി. എല്ലാവരും വെളിയിൽ നിന്ന് ഏല മാത്രമേ ഉള്ളൂ. അങ്ങനെ തള്ളി അങ്ങ് വെച്ചാൽ മതി. പോട്ടെ. എങ്ങനെയുണ്ട് പുതിയ ടയറൊക്കെ ഇട്ടിട്ട്? ഇതൊന്ന് ഉരുളട്ടെ. അല്ല കയറി ഇരുന്നപ്പോ തന്നെ ഒരു വ്യത്യാസം. വ്യത്യാസമുണ്ട്, ഒരു മയമുണ്ട് അല്ലേ? അതെ, കുലുക്കം ഇച്ചിരി കുറവുണ്ട്. ഇപ്പഴേ ടയർ മാറിയതിൻ്റെ നല്ല വ്യത്യാസമുണ്ട്. നല്ല സ്മൂത്തായി വണ്ടി എന്ന് പറഞ്ഞാൽ ട്യൂബ്ലെസ് ആയതുകൊണ്ട് ടയർ ഇച്ചിരി ചളങ്ങിയും കൂടെ കിടക്കുന്നതുകൊണ്ട് തെറിപ്പില്ല. നല്ല ഓടിക്കാനും നല്ല സുഖമായി, നല്ലൊരു സ്റ്റെബിലിറ്റി ആയി, ബ്രേക്കിംഗ് ഒക്കെ നല്ല ഇതായി. അത് നൈലോൺ അല്ലേ, അതൊട്ടും ടയർ വഴങ്ങി കൊടുക്കുകയല്ല, അതെങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. ഇതായി ഇപ്പൊ നല്ലൊരു, അതെ നല്ല സ്മൂത്തായി ഓടിക്കാൻ നല്ല ചാട്ടം കുറഞ്ഞിട്ടുണ്ട്. കുലുക്കമില്ല. വ്യത്യാസം തിരിച്ചറിയുന്നുണ്ടോ? വ്യത്യാസമുണ്ട്. വണ്ടി ഇരുന്നാൽ തന്നെ അറിയാം. അപ്പൊ ഉണ്ണി അവിടെ നിന്നു, ഉണ്ണി ബ്രോ അവിടെ നിന്നു, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞ്. അതെ, ഇവിടെ മെയിനായിട്ട് പമ്പും ഇഞ്ചക്ടറും ഒക്കെ പണിയുന്ന സ്ഥലമാണ്. അപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് വന്നു, പിന്നെ ഒന്നുകൂടെയൊക്കെ ചെക്ക് ചെയ്യുക, വല്ല ഡീസൽ ലീക്കും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. അതെ, ഞങ്ങൾ രണ്ടും ശാലിനും കൊണ്ട് പോകുന്നു, ബാക്കിയുള്ളവരെല്ലാം ഓരോ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. അതെ, പുറകെ അതെ. അപ്പോൾ നമ്മൾ ഇട്ട ടയറിന്റെ പേര് MRF-ന്റെ സാൻഹോൾ എന്ന് പറഞ്ഞ മോഡലാണ്. സാൻഹോൾ. പണ്ട് നേരത്തെ അവർക്ക് വേറൊരു മോഡൽ ഉണ്ടായിരുന്നു, സാൻകം ഹൈവേ. അത് മാറിയിട്ടാന്ന് തോന്നുന്നു ഇപ്പൊ ഈ ഒരു അഡ്വാൻസ്ഡ് ആക്കി, കുറച്ചുകൂടി പാറ്റേൺ ഒക്കെ വ്യത്യാസമാക്കി. ലീഫ് മാറിയേ എയർ സസ്പെൻഷൻ കയറ്റിയെന്ന് പറഞ്ഞാൽ അത്ര വ്യത്യാസമാണ്. ശരിക്കും വ്യത്യാസമുണ്ട്, കാരണം നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവൂല്ലോ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ വെറുതെ സൈഡിൽ ഇരിക്കുന്നവർക്ക് പോലും അറിയാം വ്യത്യാസം. അതെ, ഓടിക്കുമ്പോൾ മാത്രമല്ല. ഇത് എവിടെ നിന്ന് ഏത് കടയിൽ നിന്ന് എടുത്ത്? അതിവിടെ നമ്മൾ കോട്ടയത്ത് തന്നെ, കോട്ടയം ടയർ ഹബ് എന്നും പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ അതേ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ അതേ രാജേഷ് എത്തി. അല്ല, വീട്ടിലേക്ക് പച്ചക്കറി സാധനമൊക്കെ മേടിക്കാനായിട്ട് ഒരു പെട്ടി വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത്ര മെമ്പേഴ്സുള്ള ആ വീടല്ലേ, കുറെ സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടാവില്ല. അതെ, അല്ല സൂര്യ ചേച്ചിക്ക് ഓടിച്ചു നോക്കണ്ടോ? അതെ, ഒരുപാട് ദിവസം കൂടി നമ്മുടെ ചാത്തുണ്ണി കളത്തിലെത്തിയിട്ടുണ്ട്. ചാത്തുണ്ണി ക്യാമറ കണ്ടപ്പോൾ ഞാൻ വന്നു. അതിങ്ങനെ താന്നു പോന്നേനെ. ക്ഷീണിച്ചു അല്ല, മരിഞ്ഞു അല്ല? ഇല്ല, വണ്ണം വെച്ചെന്നാ എല്ലാരും പറയുന്നത്. ആണോ? അപ്പൊ ഇനിയിപ്പം വണ്ടി കുറച്ച് ബമ്പർ പിടിപ്പിക്കാനും എല്ലാം കൂടെ ഒന്നുകൂടെ എബിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത 66 ഒരു ട്രിപ്പ് പോയിച്ച് വരുമ്പോഴത്തേക്കും ഈ വണ്ടി ഫുൾ സെറ്റായിട്ട് നിൽക്കും. ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് വഴിയിലൊക്കെ, കൈ കാണിക്കുന്നൊക്കെ ഉണ്ട്, അതുപോലെ വണ്ടിക്കാർ ഓൺ അടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഓണൊന്നും നമ്മുടെ ഇതിലെ വർക്കാകുന്നില്ല. ഓൺ ഈയിടെ ശരിയാക്കിയായിരുന്നു, ഇപ്പം കേൾക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ ഡ്രൈവറെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വിടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ ഇറക്കി വിട്ടിട്ട് പോയേക്കാം. അപ്പം കുട്ടിപ്പട്ടാളം എല്ലാം ട്യൂഷനും ഒക്കെ പോയി. അത് കഴിഞ്ഞ് നമുക്കിനിയിപ്പം ഇത് നൈട്രൈൻ അടിക്കണ്ടേ? അടിക്കണം പിന്നെ. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. നമ്മൾ വർക്ക്ഷോപ്പിലിട്ട് നിറച്ചിരുന്നെങ്കിൽ ഏട്ടനെ അന്നേരം തന്നെ അടിക്കായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നുകൊണ്ട് എയർ അടിച്ചേ. ഇനി നമുക്ക് ടയറിൻ്റെ 4 ടയറും ചാക്കി വെച്ച് പൊക്കിയിട്ട് എയർ അഴിച്ചു വിട്ടിട്ട് നൈട്രൈൻ ഫില്ല് ചെയ്യണം. നൈട്രൈൻ അടിച്ചാലൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ചൂടൊക്കെ കുറയും, ടയർ അധികം ചൂടാകുകയില്ല, ടയറിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ എയറെല്ലാം അഴിച്ചു വിടുക. എയർ അഴിച്ചു വിട്ടിട്ട് വേണം നൈട്രൈൻ അടിക്കാൻ. അപ്പോൾ ടയർ ഇരുന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ചാക്കി വെക്കുന്നത്. അപ്പോൾ അതെ, ബാക്കിലെ 2 ടയറിൻ്റെയും കാറ്റ് അഴിച്ചു വിട്ട്. അപ്പോൾ അതെ, എയർ തുറന്ന് വിട്ടിട്ട് നൈട്രൈൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. നൈട്രൈൻ്റെ കംപ്രസറും മെഷീനും എല്ലാം ഇത്. നൈട്രൈനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി ഗ്രീസും കൂടെ അടിച്ചേക്കാം. ഗ്രീസൊക്കെ അടിച്ചിട്ട് കുറച്ചായി. അപ്പം നൈട്രൈനും അടിച്ചു, ഗ്രീസും അടിച്ചു. നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ തോക്കുമാറുടെ വണ്ടിയുടെ ഏകദേശ പണികളൊക്കെ പൂർത്തിയാക്കിയത് നമ്മുടെ ഷെഡിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ബാക്കി ഇനി കുറേ പണികളൂടെ ഉണ്ട്. അതെ, അതിന് ഇനിയിപ്പം അടുത്ത ദിവസം എബിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കണം വണ്ടി. അപ്പോൾ എല്ലാ പണികളും തീർത്തിട്ട് വേണം നമുക്ക് ഇതേ ട്രിപ്പ് പോകാൻ. അപ്പോൾ അതിന് മുമ്പ് അടുത്ത ട്രിപ്പ് നമ്മുടെ 66-ലായിരിക്കും. അപ്പോൾ 66-ന് നമുക്ക് ലോഡായിട്ടുണ്ട്. അപ്പം വ്യത്യസ്തമായൊരു ലോഡാണ് നമ്മൾ ഇത്തവണ കയറ്റുന്നത്. അപ്പം നിലമ്പൂരിൽ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റുന്നത്.
അപ്പോൾ അടുത്ത ലോറി യാത്രയുടെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.